ഹലോ വെൽക്കം ടു യുവർ ചാനൽ ലെറ്റ്സ് വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിലേക്കാണ്. അപ്പോൾ നമ്മൾ പോകുന്ന ആ റൂട്ടാണോ നിങ്ങൾ ഈ കാണുന്നത്. ആ ദൂരെ കാണുന്നതാണ് മലമ്പുഴയുടെ ഭാഗങ്ങളാണ്. അത് തന്നെയാണ് ഹൈലൈറ്റ്. നമുക്ക് ദൂരെ നിന്ന് തന്നെ ഇത് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ മലമ്പുഴയിലെത്തി. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തു. ഇവിടെ വിശാലമായ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. കാരണം കേരളത്തിലെ തന്നെ ഒരു നമ്പർ 1 ടൂറിസ്റ്റ് സ്പോട്ടാണല്ലോ മലമ്പുഴ. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ നേരെ പോകുന്നത് അക്വേറിയത്തിലേക്കാണ്. അപ്പോൾ ഈ അക്വേറിയം വരുന്നത് മലമ്പുഴ ഡാമിൻ്റെ ഗാർഡൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ട് തന്നെയാണ്. അപ്പോൾ അക്വേറിയം കോംപ്ലക്സ് എന്ന് പറഞ്ഞ ഒരു സൈൻ ബോർഡ് ഉണ്ട്. അത് പിന്നിട്ടിട്ട് നമ്മൾ ഈ ഒരു വഴിയാണ് പോകുന്നത്. അപ്പോൾ അണ്ടർടേക്കും വരുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെയാണ്. നമ്മൾ പോവാണ് കേട്ടോ. അപ്പം ഇതാണ് ആ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. അപ്പോൾ അഡൾട്ടിന് 30 റുപ്പീസും ചൈൽഡിന് 25 റുപ്പീസുമാണ് വരുന്നത്. അത് കഴിഞ്ഞ് അവർ ഈ ഒരു വേയിലോട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു മീനിൻ്റെ വാ പോലെ ഉണ്ട്. അവിടെ ലാസ്റ്റാണ് കേട്ടോ നമ്മൾ വന്ന് കാണുന്നത്. അപ്പോൾ ആ ഒരു ബിൽഡിംഗ് ഉണ്ട്, അവിടെയാണ് നമ്മുടെ ഈ അക്വേറിയം കോംപ്ലക്സ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ അക്വേറിയം കോംപ്ലക്സിൽ നല്ല രീതിയിൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഏരിയയിലൊക്കെ നിറച്ച് പൂക്കളൊക്കെയാണ്. നല്ല രീതിയിലാണ് കേട്ടോ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പോകുന്ന ആ എൻട്രൻസ് ആണ് കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ നല്ല ഈട്ടാണ്. അതിലൂടെ നമ്മൾ പോകുമ്പോഴാണ് ആ ഒരു അക്വേറിയത്തിൻ്റെ ആ ഒരു ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഭാഗം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന അതാണ് കേട്ടോ. കുറേ കുട്ടി കുട്ടി അക്വേറിയങ്ങളിൽ ഇഷ്ടംപോലെ മീനുകളുണ്ട്. അതും വെറൈറ്റീസാണ്. എല്ലാത്തിനും നെയിം അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓരോ വെറൈറ്റീസ് ആയിട്ടുള്ള ഫിഷാണ്. നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പ് ഫിഷസ് ഉണ്ട് കേട്ടോ ഇവിടെ. പല നിറത്തിലും വൈവിധ്യത്തിലും ഒക്കെ ഉള്ള ഇഷ്ടം പോലെ അലങ്കാര മത്സ്യങ്ങളും ജലജീവികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് മൊബൈലിൽ ഫോട്ടോസ് എടുക്കാം. പക്ഷേ ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്യാതെ വേണം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ മീനിൻ്റെ കണ്ണിലോട്ട് ഫ്ലാഷ് അടിക്കുമ്പോൾ എന്തൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രസമായിട്ട് ഇവിടെ കാണാൻ പറ്റും. കാരണം ആമയൊക്കെ ഉണ്ട്. ആമ, പിന്നെ അതുപോലെ തന്നെ സ്നേക്ക് ഫിഷ്, അതുപോലെ കുറേ വെറൈറ്റീസ് ആയിട്ടുള്ളത്. ചില ഫിഷിൽ നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ആ ഒരു തരത്തിലുള്ള വെറൈറ്റീസ് ഓഫ് ഫിഷസ് ഇവിടെ ഉണ്ട്. ഈ ഓരോ കുട്ടി അക്വേറിയങ്ങൾക്ക് മേലും ആ നെയിമും അതിൽ അവരുടെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര വെറൈറ്റീസ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ ഒന്നും നെയിം എനിക്ക് കറക്റ്റ് അറിയത്തില്ല. കാരണം നമ്മൾ വായിച്ചു പോകുമ്പോൾ ആ സമയത്ത് നമ്മൾ ഓർമ്മയിലുണ്ടാവും. പിന്നെ നമ്മളിത് കാണുമ്പോൾ നമുക്ക് അത്ര കുറേ ഇഷ്ടം പോലെ ഉണ്ട്. അതിന് മുന്നേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ അക്വേറിയം കോംപ്ലക്സിൽ. നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു മീനെ കാണാൻ. കുട്ടി കുട്ടി മീനുകളാണ്. നല്ല വെറൈറ്റി ഓഫ് കളേഴ്സിലാണ് കേട്ടോ അതുള്ളത്. അങ്ങനെ ചെറുതും വലുതുമായ ഇഷ്ടംപോലെ മീൻസ് ഉണ്ട് ഓരോ സെക്ഷനിലായിട്ട് ഇങ്ങനെ. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ പേരൊക്കെ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് അത്ര ഓർമ്മയില്ല. അപ്പോൾ ചിലതൊക്കെ ഇങ്ങനെ എന്താ പറയുക ഭയങ്കര സൈസായിട്ടുള്ളതും, ചിലതിങ്ങനെ കുട്ടി ആയിട്ടുള്ളതും, ചിലത് ഒറ്റയ്ക്ക് അങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടേക്കണേ. അപ്പോൾ എബൌട്ട് നമ്മൾ ആ ഒരു ഇത് കവർ ചെയ്ത് നമ്മൾ താഴത്തോട്ട് ഇറങ്ങുക കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞു എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ ഒരു വെയിലൂടെ പോകുമ്പോൾ ഇവിടെയും ചില ഭാഗത്ത് അക്വേറിയംസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുന്ന ആ ഒരു ഏരിയയിൽ ഇങ്ങനെ വെച്ചിട്ട് മൊത്തം ഇതിലും കുറേ ഫിഷസ് ഇട്ടിട്ടുണ്ട് അവർ. ഈ ഒരു ഭാഗത്തൊക്കെ അതിന് വ്യത്യസ്തമായ ഇരുട്ടൊന്നുമല്ല കേട്ടോ. മൊത്തം ലൈറ്റിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു പൂള് പോലെ ഉണ്ട്. ചെറിയൊരു കുട്ടി പൂള് പോലെ ഉണ്ട്. അവിടെയും ഫിഷസ് ഇട്ടിട്ടുണ്ട്.
ഇത് അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ഭാഗമാണ് കേട്ടോ. ഇതിലും ധാരാളം മത്സ്യങ്ങൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലമ്പുഴ ഡാമിൻ്റെ ആ ഒരു മാതൃക തയ്യാറാക്കി വെച്ചേക്കുന്ന ഒരു ഡെമോ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ ഇവിടെ. ഇതിൽ ഡാമിൻ്റെ ഷട്ടറുകളും അതിലൂടെ വെള്ളം ഒഴുകുന്നതൊക്കെ നല്ല ഭംഗിയിൽ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു തൂണിലും ധാരാളം മത്സ്യങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന പുറത്തേക്കുള്ള വേയാണ് കേട്ടോ ഇത്. ഇവിടെയും ധാരാളം ഫിഷസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങി ആ ഒരു വഴി കയറി പിന്നെ ഈ ഒരു വഴിയിലൂടെ നമ്മൾ ഇറങ്ങുമ്പോൾ പിന്നെ കാണുന്നത് ആ ഒരു നമ്മൾ വന്നപ്പോൾ കണ്ട ആ ഫിഷിൻ്റെ ആ ഒരു പാർട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെയും ഒരുപാട് മീനുകളുണ്ട്. നമുക്ക് ആ കാഴ്ചകളും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു മത്സ്യത്തിൻ്റെ വായ ഇങ്ങനെ തുറന്നിരിക്കുന്ന പോലെ നമ്മൾ എൻ്റർ ചെയ്തപ്പോൾ കണ്ട ആ ഒരു പാർട്ടാണ്. അപ്പോൾ ഇവിടെയും ഇഷ്ടംപോലെ മീനുകളുണ്ട്. അവിടെ ഇല്ലാത്ത തരത്തിലുള്ള വെറൈറ്റീസ് ഓഫ് ഫിഷസാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ മലമ്പുഴ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡാമും ഗാർഡനൊക്കെ കണ്ടു പോകാതെ അക്വേറിയം കോംപ്ലക്സും പിന്നെ അതുപോലെ തന്നെ റോക്ക് ഗാർഡനും സ്നേക്ക് പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ബാക്കി വീഡിയോയിൽ നമ്മൾ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ അക്വേറിയം മാത്രമാണ് കാണിച്ചു പോകുന്നത്, അക്വേറിയം കോംപ്ലക്സ് മാത്രമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. കാരണം അവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കൂടി മിസ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്കും പിന്നെ മീനുകളെ വളർത്താൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടമാകുന്ന ഒരു സ്പോട്ടാണിത്. പിന്നെ അല്ലാത്ത ആൾക്കാർക്ക് കാഴ്ച എന്ന രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് യാത്രാവാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ് ലക്ഷ്മി. ടാറ്റാ ബൈ.